ഏതാ സ്റ്റേഡിയം മോനെ? ഇതേതാ ബാഴ്സലോണന്റെ സ്റ്റേഡിയം അതോ റയൽ മാഡ്രിഡിന്റെ സാന്റിയോ ബെർണാബോ ആണ്? ഇത് കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയം ഇവിടെ. ഏതാ മോനെ സ്റ്റേഡിയം? ആ പുല്ലൊക്കെ നോക്കി നിങ്ങള് എജ്ജാതി. ഇത് ഏതാ ബാഴ്സലോണന്റെ സ്റ്റേഡിയം? ഫസ്റ്റ് കണ്ടപ്പോ അങ്ങനെ തോന്നിയത്. ബാഴ്സലോണന്റെ ക്യാമ്പിനോ പോണത് റയലിന്റെ സ്റ്റേഡിയം ആണോ? ആഴ്സണലിന്റെ സ്റ്റേഡിയം അല്ലേ? ഇത്രയും കാലത്തൊന്നും ഇല്ലാതെ ഒരു മെസ്സി വരുന്നുണ്ട്, മെസ്സിന്റെ നേല് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ സ്റ്റേഡിയത്തിന്റെ കോലം മാറാൻ തുടങ്ങി. സ്റ്റേഡിയം ഈ ലെവലിലായിപ്പോ. പിച്ച് ഏതാ പിച്ച്? ഇതിനു മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കളി ഇവിടെ നടത്താൻ പറ്റൂല, പിച്ച് ശരിയല്ല, മറ്റേത് മറിച്ച് കയറുന്ന കണ്ടേ. ക്രിക്കറ്റിന് ഉണ്ടാക്കിയ സ്റ്റേഡിയം അല്ല ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, പൊളിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ വരെ ഇവിടെ പോക്കോ അതിന്. മഴ ചെയ്താ വെള്ളം അതിന്റെ ഇടയിൽ കൂടെ ചോരുക, സ്റ്റേഡിയം പൊളിഞ്ഞാണോ എന്നുള്ള പേടി. ആ സ്റ്റേഡിയം തന്നെയല്ലേ അത്? മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ മെസ്സി വരേണ്ടി വരുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവണമെങ്കിൽ. അല്ലാതെ ഇവിടെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ കൊച്ചിയിൽ ഒരു കളി വെച്ച് കഴിഞ്ഞാല് ചില ടൈമില് മഴ പെയ്യുമ്പോ അതിന്റെ ഇടയിൽ കൂടെ വെള്ളം ചോരും. കൊച്ചി മേയറായിട്ട് പ്രശ്നം, കൊച്ചിയില് ട്രാഫിക് ബ്ലോക്ക്. പിന്നെന്താ പറയാ, നമ്മളെ ട്രിവാൻഡ്രത്തുണ്ട് ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ക്രിക്കറ്റിന്റെ സ്റ്റേഡിയം. കൊച്ചി സ്റ്റേഡിയം പൊളിച്ചിട്ട് ഫുട്ബോൾ അങ്ങോട്ട് മാറ്റാനുള്ളൊരു എന്താ പറയാ ഒരു ഇത് എന്തൊക്കെയാണ് ഇവിടെ നടന്നത്. ഒരു മെസ്സി വരാന്ന് പറഞ്ഞ പോത്തിന് സ്റ്റേഡിയം ആണ്ട് പുത്തം പെയിന്റ് അടിച്ചിട്ടേ. ഏതപ്പല്ല സ്റ്റേഡിയം? ബാഴ്സലോണയുടെ സ്റ്റേഡിയം പോലെ ഉണ്ട് നമ്മളെ ക്യാമ്പിനോ. ഓ ഏതല്ലേ. ഇനിയിപ്പോ ആ സ്റ്റേഡിയത്തിന്റെ ഗാലറിയും കൂടി ഉഷാറാക്കി കഴിഞ്ഞാല് ഇതൊന്നും വെറുതെ ആരും ചിന്തിക്കാൻ നിൽക്കണ്ടോ. എന്തെങ്കിലും പൈസ അവിടെ മുടക്കിയിട്ടുണ്ടെങ്കിലേ ആ മുടക്കിയ ആള് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഫ്രീ ആയിട്ട് ഇപ്പൊ എന്തായാലും ഒരാളും ഈ പണിക്കെടുക്കില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കണ്ട. മാർച്ചിൽ മെസ്സി വന്ന് ആ കളി അവിടെ നടന്നിട്ടേ വേറുള്ള കളിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പണിയാണ് അവിടെ ഒക്കെ എടുക്കുന്നത്. അല്ലാതെ 100 കോടി 120 കോടി ഒക്കെ ചെലവാക്കിയിട്ട് ആ സ്റ്റേഡിയം അവിടെ ഉണ്ടാക്കണേ ഈ ലോക്കൽ ISL കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിചാരിക്കണേ. തെറ്റി. ഒന്നും കാണാതെ ആരും ഒന്നിനും അറിഞ്ഞൂല. നിങ്ങൾ ആദ്യം മനസ്സിലായിക്കോ. മെസ്സി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ സ്റ്റേഡിയം മിനുങ്ങി, ഗാലറി മിനുങ്ങി, സ്റ്റേഡിയത്തേക്കുള്ള റോഡ് മിനുങ്ങും. ഇപ്പൊ മെസ്സിനെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാല് അയക്കൂടെ അങ്ങോട്ട് വരുമ്പോ അവിടുത്തെ വീടുകളൊന്നും ഷീറ്റിട്ട് മറക്കാഞ്ഞാ മതി. ചെറിയ വീടാന്നൊക്കെ പറഞ്ഞിട്ട് അല്ല പറയാ. അങ്ങനെ ഈ പോക്ക് വേണം. വെറുതെ ഇന്ത്യൻ ഫുട്ബോൾ വളരാത്ത ഇമാരി കാട്ടിക്കൂട്ടല്ലേ ഇവിടെ നടക്കണേ. മെസ്സി ഇപ്പൊ ഇവിടെ നിന്ന് കളിച്ചു വെച്ചിട്ട് ഇന്ത്യ വേൾഡ് കപ്പ് ഒന്നും ക്വാളിഫൈ ആവില്ലല്ലോ. ഇപ്പൊ ഇന്നലെയാണ് വെറും 1.5 ലക്ഷം ആൾക്കാരുള്ള കൂറസോവ പറഞ്ഞ ടീം വേൾഡ് കപ്പ് ക്വാളിഫൈ ആയത്. ഇന്നിപ്പോ വേറെ ഏതോ ടീം ക്വാളിഫൈ ആയിട്ടുണ്ട്. അവിടെ ഒന്നും ജനസംഖ്യ തീരില്ലാന്ന്. ആഫ്രിക്കന്റെ ഏതോ ടീമാണ്, 80 അങ്ങനെ എന്തോ. വെറും പട്ടിണിയും ദാരിദ്ര്യമുള്ള ഒരു സ്ഥലം. ആ രാജ്യം വരെ വേൾഡ് കപ്പ് ക്വാളിഫൈ. നമ്മള് മേലത്തെ നോക്കിക്കുക, ഇവിടെ ലീഗ് നടക്കോ ഇല്ലേ, സ്റ്റേഡിയം മിനുങ്ങ, മെസ്സി വരെ, ഇതൊക്കെ ഇവിടുത്തെ ചർച്ച. സത്യം പറയാലോ, ഇതൊരു 50 കൊല്ലത്തിന് നോക്കണ്ട. ഒരു 50 കൊല്ലത്തിനേ നോക്കണ്ടെന്ന് കളിയാക്കി പറഞ്ഞല്ല. ISL ആണ് തുടങ്ങിച്ചിട്ട് ഇവിടെ മാജിക് നടക്കാനൊന്നും പോകുന്നുണ്ട്. ഒരു ബംഗ്ലാദേശിന് വരെ തോൽപ്പിക്കാൻ പറ്റില്ല നമുക്ക്. ഇങ്ങനെ വേൾഡ് കപ്പിക്കുള്ള കളി.